ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലും കൃപയിലും പുതിയ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നു. ഈ ദിവസം ദൈവം നമ്മോട് കൂടെ വസിച്ച് തൻ്റെ കൃപ നമ്മളുടെ മേൽ ചൊരിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. തനിമയിലേക്കെന്ന കൂട്ടായ്മ ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കട്ടെ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഏവർക്കും സുപരിചിതമായ ഒരു സാഹചര്യമാണല്ലോ. കന്യക മറിയം കർത്താവിൻ്റെ സന്നിധിയെ കാത്തിരുന്ന ഒരു യുവതിയാണ്. മറിയയുടെ അടുക്കൽ ദൈവം അയച്ചിട്ട് ഗബ്രിയേൽ ദൂതൻ വന്ന് ഒരു രഹസ്യം വെളിപ്പെടുത്തുക. അതിനു മുൻപും അതിനു പിൻപും ലോകം ഇങ്ങനെയൊരു സത്യത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. ഇന്നും ശാസ്ത്രത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു വലിയ സത്യമാണ് മറിയയെ ഈ സംശയത്തിന് ഇടയാക്കിയത്. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മറിയയെ അറിയിക്കുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. കന്യകയായ ഒരു യുവതി, പുരുഷനെ അറിയാതെ ജീവിക്കുന്ന ഒരു യുവതി എങ്ങനെ ഗർഭവതിയാകും? ലോക ചരിത്രത്തിന് ഇന്ന് വരെ അതിന് ഉത്തരം കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിന് ഉത്തരം തരുവാൻ അത്യുന്നതനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു വലിയ സംശയം, നിസ്സാര സംശയമല്ല. അതിന് മറിയയുടെ സംശയത്തിന് ഉത്തരമായി ഗബ്രിയേൽ ദൂതൻ അവളോട് പറഞ്ഞു കൊടുക്കുന്ന വാക്യമാണ് പിന്നീടുള്ള വാക്യം. 35-ാം വാക്യത്തിൽ, 34-ും 35-ഉം വാക്യത്തിൽ 34-ാം വാക്യം നമ്മൾ വായിച്ചു, ഒന്നും കൂടെ വായിക്കട്ടെ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ശാസ്ത്രം ഇത്രമാത്രം വളർന്നിട്ടും ഇന്നും നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരം നമുക്ക് ശ്രദ്ധിക്കാം. 35 മുതലുള്ള വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ അത് വെളിപ്പെടുത്തി കൊടുക്കുക. അതിനെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്താണ് ഉത്തരം? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ഈ രണ്ട് സത്യങ്ങൾ, മർമ്മങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരുവാൻ പര്യാപ്തമാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യ ജീവിതത്തിൽ വന്നാൽ മനുഷ്യനെ നേർവഴി കാണിക്കുന്നു, അനുഗ്രഹത്തിൻ്റെ പാതയിൽ അവനെ നടത്തുന്നു. ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു സാധാരണ മനുഷ്യനെ ഉയർത്തുന്നു. മറിയ സാധാരണ ഒരു സ്ത്രീ,
പ്രത്യേകതയൊന്നും നമ്മൾ വേദപുസ്തകത്തിൽ നിന്നും കാണുന്നില്ല. നമുക്ക് പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം പറയുവാൻ കാണും. എന്നാൽ തിരുവചനം നമുക്ക് മറിയയെക്കുറിച്ചൊന്നും പറഞ്ഞു തരുന്നില്ല. ഒരു സാധാരണ സ്ത്രീ. ഈ മറിയയ്ക്ക് ലഭിച്ച ഈ കൃപ ആർക്കും പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നടത്തിപ്പിന് തന്നെ വിധേയപ്പെടുത്തുന്ന, സന്തോഷപൂർവ്വം വിധേയപ്പെടുത്തുന്ന ആർക്കും അനുഭവിക്കാവുന്ന ഒരു ദൈവ അനുഭവം. അനേക വിശുദ്ധരുടെ കാര്യത്തിൽ നമ്മളിത് വായിക്കുകയും കേൾക്കുകയും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പല കുടുക്കുകളിൽ അകപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ച് നാം വായിച്ചും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇന്നും നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. അത് നമുക്ക് വിശ്വസിക്കാം. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഉത്തരം കിട്ടാൻ നിവൃത്തിയില്ലാത്ത പ്രശ്നങ്ങൾ. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധന ചെയ്യാം. ഓരോ പ്രശ്നങ്ങളാൽ നാം അലയുന്നവരാണ്. ഇതിനുത്തരം ആര് പറഞ്ഞു തരും? എവിടെ കിട്ടും? ഓടി നടക്കേണ്ട. മറിയയുടെ അനുഭവം നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. നാം തന്നെ ഓടി നടന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ ഇഹലോക സാന്നിധ്യം നമ്മിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാരെ നടത്തുവാനായിട്ട് അയച്ചു കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് സകല സത്യത്തിലും വഴി നടത്തുന്നത്. അവൻ വന്നാൽ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പാദത്തിലിരുന്ന്, താഴ്മയുള്ളവർക്ക് പാദത്തിലിരിക്കുവാൻ കഴിയുള്ളൂ. ഗുരുവിൻ്റെ പാദത്തിൽ ശിഷ്യനിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പാദത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ആലോചന കേട്ട് ജീവിതത്തെ വഴി നടത്തുന്ന ആർക്കും ദൈവിക ശക്തി മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ലോകയാത്രയിൽ പ്രശ്നങ്ങളും കുടുക്കുകളും അനവധി നമ്മെ നേരിട്ടേക്കാം. അവയിൽ നിന്നൊക്കെയും എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും? ഇന്ന് നമ്മെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സംഘടിത ശക്തി കൊണ്ടോ ഒന്നും ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്തൊരു പ്രശ്നമാണ് നാം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികൾ. ഇതിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും എന്ന് പരക്കം പാഞ്ഞ് നടക്കുന്ന ആളുകളെയാണ് നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ തന്നെ പരമേൽപ്പിക്കുന്ന ഒരാൾക്ക് ദൈവിക ആലോചന എനിക്ക് മതിയായതാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം നമ്മെ നടത്തുന്ന വഴിയിൽ കൂടെ നാം നടക്കുമ്പോൾ ജീവിതം
പ്രകാശപൂരിതവും ആനന്ദമയവും ആയിത്തീരും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് കർത്താവ് പറഞ്ഞു. ആ വെളിച്ചം അത്യുന്നതിൻ്റെ പക്കൽ നിന്നും നാം പ്രാപിക്കണം. അത്യുന്നതിൻ്റെ ശക്തിയാണ് നിൻ്റെ മേൽ നിഴലിടുന്നത്. മറിയയോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ് പരാമർശിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മുറുകെ പറ്റാം. ജീവിതം അനുഗ്രഹപൂർണ്ണമാകണമോ? പ്രശ്നങ്ങളിൽ ഊരാക്കുടുക്കുകളിൽ ഉത്തരം കണ്ടെത്തണമോ? ഈ രണ്ട് സത്യങ്ങളെ മുറുകെ പിടിക്കാം. സകലത്തെയും ഉപദേശിച്ചു തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നാം കാക്ഷിക്കുക. അതുപോലെ ദൈവത്തിൻ്റെ ആലോചന അതിനെ ചോദ്യം ചെയ്യാതെ അതിനെ വിശ്വസിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം വൃദ്ധനായി തീർന്നു. തനിക്കിനി മക്കളുണ്ടാകില്ല എന്ന് താൻ കരുതി. എന്നാൽ ആ വാർദ്ധക്യത്തിലാണ് ദൈവം പറയുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, കടപ്പുറത്തെ മണൽ പോലെ നിനക്ക് സന്തതിയെ തരാമെന്ന്. കടപ്പുറത്തെ മണൽ ഏറ്റവും നിസ്സാരമായ മണൽ, പഞ്ചസാര പോലത്തെ ഒരു കൈ മണലെടുത്താൽ എത്ര 1000 തരികളാണ് അതിനകത്തുള്ളത്. അത് എന്നാൽ അബ്രഹാമിനോട് പറയാണ്, ഈ വിശാലമായ കടപ്പുറത്തെ മണൽ പോലെ നിനക്ക് സന്തതികളെ ലഭിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരതിരില്ല കേട്ടോ. വിശ്വസിക്കാമോ? ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ജീവിതം ഭയം കൂടാതെ നിർഭയമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചാൽ. എന്നാൽ ജീവിതത്തെ നാം വളരെയധികം ജാഗ്രതയോടെ കരുതണം. പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നല്ലോ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നുണ്ട്. നിഗളം നമ്മിൽ ലേശം കടക്കുവാൻ അനുവദിക്കരുത്. ഞാൻ ആരാണ്ടാണ്, ഏതൊക്കെയാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും. നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈയിടെ ഒരാൾ കളിയാക്കി പറഞ്ഞു, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് എന്നാണ് പലരും കരുതുന്നതെന്ന്. ഇതെൻ്റെ സ്വന്തമാണ്. എനിക്ക് കിട്ടിയ ലീഡർഷിപ്പ് എൻ്റെ സ്വന്തമാണ്. എൻ്റെ ആലോചന പോലെ എല്ലാവരും അനുസരിക്കണം. അല്ലല്ല, ദൈവം ഒരാളെ നയിക്കുവാനായിട്ട്, നേതൃത്വത്തിനായിട്ട് തിരഞ്ഞെടുത്തു. തൽക്കാലത്തേക്ക് മാത്രമാണ്. നമ്മുടെ ഓരോ ജോലിയും തൽക്കാലത്തേക്ക് മാത്രമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് മുന്നേ വേറെ ആളുകൾ നയിച്ചു, നമുക്ക് പിന്നെ നമ്മൾ മാറിയാലും ആളുകൾ നയിച്ചുകൊള്ളും. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ കാക്കുവാൻ നമുക്ക് എളിമ ആവശ്യം. എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ, നീ എന്നെ പഠിപ്പിക്കണമേ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കണം. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കണം. നിഴൽ മതി. അത്യുന്നതൻ സർവശക്തൻ നമ്മിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അവൻ്റെ നിഴൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ.
നമ്മോട് ചേർന്ന് നടക്കുന്നില്ല. നമ്മോട് ചേർന്ന് നടന്നാൽ സർവശക്തിൻ്റെ നടപ്പിൽ നമ്മുടെ സാമീപ്യത്തിൽ ഒരുപക്ഷേ നമ്മൾ ദഹിച്ചു പോയേക്കും. അത്ര തെറ്റുകളും കുറവുകളുമാണ് നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനൊക്കെ അധീനപ്പെട്ടു പോകുന്നു. മുറുകെ പറ്റുന്ന പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മെ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ദൈവം ആണ് അത്യുന്നതൻ. അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതിനെ ചോദ്യം ചെയ്യാൻ പോയാൽ നിസ്സാരനായ മനുഷ്യന് എന്ത് പറയുവാൻ സാധിക്കും? അതിൻ്റെ ഉത്തരം ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയും? എന്നാൽ ജീവിതാനുഭവങ്ങളിൽ കൂടെ, സാഹചര്യങ്ങളിൽ കൂടെ, പാരമ്പര്യങ്ങളിൽ കൂടെ അനുഭവിച്ചറിഞ്ഞ ഭക്തൻ പറയുന്നു, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വിശ്വസിക്കാമോ? വിശ്വാസ ജീവിത യാത്രയിൽ പ്രതിസന്ധികളെ ഭയന്ന് ദൈവകൽപ്പനയിൽ നിന്നും ദൈവ ഇഷ്ടത്തിൽ നിന്നും ഓടി മറയുവാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുവാൻ, സർവശക്തൻ്റെ നിഴലിന് കീഴിൽ ഓടിച്ചെല്ലുവാൻ ഈ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം നമ്മിൽ വർദ്ധിപ്പിക്കാം. മറിയയുടെ ചോദ്യം ഇന്നും വളരെ പ്രസക്തമാണ്. ബുദ്ധിക്ക് അതീതമായ ഒരു ചോദ്യമാണ്. പക്ഷേ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കൃപ ലഭിച്ച ഒരാൾക്ക് അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. മറിയെ ദൈവത്തിൻ്റെ ദൂതൻ ആദ്യമേ അഭിസംബോധന ചെയ്യുന്നത് തന്നെ കൃപ ലഭിച്ചവളെ എന്നാണ്. കൃപ അത് താഴ്മയുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കൃപ ലഭിച്ച ആളിന് ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശിക്കുവാൻ സാധിക്കും. കന്യാമറിയാമിൻ്റെ പാട്ട് അതാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് കന്യാമറിയാമിനെ ധൈര്യപ്പെടുത്തിയ ദൂതൻ തൻ്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ തനിക്ക് സംഭവിച്ചപ്പോൾ അതിനെ പ്രത്യാശയോടെ നേരിടുവാൻ മറിയയെ ശക്തയാക്കി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട സത്യം. വിവിധ പ്രശ്നങ്ങളാൽ നാം വലയുമ്പോൾ, ജീവിത പ്രശ്നങ്ങളാൽ വലയുന്ന നമുക്ക് അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന നമുക്ക് നമ്മെ തന്നെ എളിമപ്പെടുത്താം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. പ്രശ്നങ്ങളാൽ വലയുന്ന നമുക്ക് ഉത്തരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. മക്കളില്ലാതെ വാർദ്ധക്യത്തിലെത്തിയ അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ലേ, കടൽക്കരയിലെ മണൽ പോലെ നിനക്ക് മക്കളെ ലഭിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് അനുഗ്രഹത്തിന് ഒരു അതിരില്ല. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും, എത്ര വേണേലും കൊടുക്കും. കർത്താവ് ഉറപ്പ് തന്നിരിക്കുക. നമ്മളെ
പ്രത്യാശയാൽ നിറയ്ക്കുവാൻ തിരുവചനം മാത്രം പഠിച്ചാൽ മതി. വിശ്വാസത്തോടെ, ദൈവാശ്രയത്തോടെ, കൃപ ലഭിക്കുവാനുള്ള ജീവിത ഒരുക്കത്തോടെ നാം ദൈവവചനം പഠിച്ചാൽ എത്ര പ്രത്യാശയോടെ ജീവിതം കഴിക്കുവാനായിട്ട് സാധിക്കും. മറിയ തൻ്റെ പാട്ടിൽ പറയുകയാണ്, കർത്താവിൻ്റെ തലമുറ അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു ഉത്തരമാണ്. ദൈവത്തെ ഭയപ്പെടുക, ദൈവം പറയുന്നതിനെ ചോദ്യം ചെയ്യാതെ അക്ഷരം പ്രതി അനുസരിക്കുക. മാത്രമോ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം 48-ാം വാക്യത്തിൽ മറിയ സാക്ഷിക്ക് പ്രത്യാശയോടെ ലോകത്തോട് വിളിച്ചു പറയുക, അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരാൾക്ക് മാത്രമേ അത് പറയുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ നീതി അനുസരിച്ച് അവിവാഹിതയായ ഒരു യുവതി ഗർഭം ധരിച്ചാൽ പൊതുജനസമക്ഷം അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. ദേശത്തിൻ്റെ നീതി, ഈ ലോകത്തിൻ്റെ നീതി അതാണ്. ആ നീതിയെ ഭയപ്പെടുന്നില്ല. ദൈവം എന്തരുളി ചെയ്യുന്നുവോ അതിനെ വിശ്വാസത്തോടെ അനുസരിക്കുക. എന്നിട്ട് പറയുക, ഇന്നു മുതൽ സകല തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അത്യുന്നതൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് പറയുന്നത്? അവിവാഹിതയായ ഒരു കന്യക ഗർഭിണിയായി തീർന്നു എന്ന് പറയുമ്പോൾ, ആ സത്യം മനസ്സിലാക്കുമ്പോൾ അവിടെ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഓരോ ശിശുവും അമ്മയുടെ ഉദരത്തിൽ പിറക്കുമ്പോൾ അമ്മമാർക്ക് പറയുവാൻ സാധിക്കുമോ? ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. വലിയ കാര്യമാണ്. അസാധ്യമായ സൃഷ്ടികർമ്മം ഇന്നും ശാസ്ത്രത്തിന് അസാധ്യമാണ്. ആ സൃഷ്ടികർമ്മം ഒന്നുമില്ലായ്കയിൽ നിന്ന് ഉളവാക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അതവൻ സർവശക്തനാണ്. സർവശക്തൻ്റെ കൃപ ലഭിച്ചവരായി, അത്യുന്നതൻ്റെ ശക്തി ജീവിതത്തിൽ നിഴലിടുന്നവരായി, ഈ ലോകത്തിൻ്റേതായുള്ള വിമർശനങ്ങളോ സംശയങ്ങളോ ഈ ലോകത്തിൻ്റേതായ ജ്ഞാനങ്ങളോ ഒന്നും വകവയ്ക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുക, പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവം ശുഭകരമായി നമ്മുടെ ജീവിതത്തെ നടത്തും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ഊരാക്കൊടുക്കുകളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ കരകയറ്റും. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് സാധിക്കും.